ഞാൻ രമ്യ ഹരിശങ്കർ. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്യുന്നതെങ്കിൽ എല്ലാവരും ആ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരും. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് പാലക്കാടിൻ്റെ സ്വന്തം തുളിച്ച മുളകുശ്യം. എൻ്റെ വീട്ടിൽ സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന ഒരു കറിയാണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് തുളിച്ച മുളകുശ്യം. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കേണ്ടത് നോക്കാം. അതിന് വേണ്ട കഷ്ണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമുക്ക് വേണ്ടത് തുളിച്ച മുളകുശ്യം ഉണ്ടാക്കാൻ വേണ്ടത് കുറച്ച് വഴുതനങ്ങ വേണം. ഞാനൊരു ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് കാണിക്കുന്നത്. നാടൻ വഴുതനങ്ങയാണ് വേണ്ടത്. അതൊന്ന് എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു സവാള ഉണ്ടെങ്കിൽ നമുക്കിത് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അപ്പോൾ ഞാനിവിടെ ആദ്യം ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. ഈ ചീനച്ചട്ടിയിലോട്ട് നമുക്ക് ആദ്യം ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് കുറച്ച് സവാള ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് വഴുതനങ്ങ ഞാൻ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചതാണ്. സവാള കട്ട് ചെയ്ത മാതിരി തന്നെ, ഒരുപാട് ചെറുതല്ല, പക്ഷേ ഒരു അത്യാവശ്യം വലുപ്പമുണ്ട്. അതേമാതിരി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് ഉരുളക്കിഴങ്ങ്. അപ്പോൾ ഇത്രയും ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഏത് വഴുതനങ്ങ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ. പച്ചയെടുക്കാം. പച്ചയാണെങ്കിൽ നാടൻ വഴുതനങ്ങയായി. അല്ലാതെ നമ്മുടെ റെഡ് കളറാണ് അവൈലബിൾ എങ്കിൽ റെഡ് കളർ വെച്ചിട്ട് ഉണ്ടാക്കാറുണ്ട്, അതും എടുക്കാം. അപ്പോൾ അതാ സവാള ആഡ് ചെയ്തു, ഉരുളക്കിഴങ്ങ് ആഡ് ചെയ്തു, വഴുതനങ്ങ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് ആദ്യം നന്നായി ഒന്ന് വേവിച്ചെടുക്കണം. ഓക്കെ, അതിന് ശേഷം എന്താണ് ആഡ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ പറയാം. അപ്പോൾ ആദ്യം നമുക്ക് ഇതൊന്ന് അടുപ്പ് കത്തിച്ചിട്ട് വേവിക്കാം. ഓക്കെ, അടുപ്പ് കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് തിളച്ച് വരട്ടെ, ഒന്ന് വേവട്ടെ. വെന്ത ശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ആഡ് ചെയ്യാനുണ്ട്. പിന്നെ ഇതിലൊരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ഉണ്ട്, എൻ്റെ വീട്ടിൽ മാത്രം ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതും ഞാൻ കാണിച്ചു തരാം. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ. ഈസിയാണ്, വേറെ വെജിറ്റബിൾസ് ഒന്നും വേണ്ട. ഇത് മൂന്നും മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇതൊന്ന് വെള്ളം ഒന്ന് തിളയ്ക്കട്ടെ. വെള്ളം തിളച്ച് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിക്കാം. ഓക്കെ, അപ്പോൾ അതാ കണ്ടല്ലോ, നമ്മുടെ കഷ്ണങ്ങൾ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഞാനത് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവട്ടെ. പെട്ടെന്ന് വരും, ഒരു 10-15 മിനിറ്റിൽ ഉരുളക്കിഴങ്ങെല്ലാം വേവും. കണ്ടില്ലേ, ഇപ്പോൾ തന്നെ വെന്തിട്ടുണ്ട്. പെട്ടെന്ന് വേവുന്ന കഷ്ണങ്ങളാണ്. വഴുതനങ്ങയും പെട്ടെന്ന് വേവുന്നതാണ്. അപ്പോൾ അതൊന്ന് നന്നായി ഒന്ന് വെന്ത് വരട്ടെ. അതിന് ശേഷം നമുക്ക് മഞ്ഞൾപ്പൊടി ഉപ്പ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, വെന്തിട്ടുണ്ട് ഓൾറെഡി കഷ്ണങ്ങൾ. ഒന്നുകൂടെ ഒന്ന് വേവട്ടെ കേട്ടോ. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാ കണ്ടല്ലോ, നമ്മുടെ കഷ്ണം നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നന്നായി വെന്തിട്ടുണ്ട് കേട്ടോ, എല്ലാം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഞാനൊരു 1/2 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂണേ ആഡ് ചെയ്യുന്നുള്ളൂ. കാരണം ഇനി ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത്, ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഉള്ളിയും മുളകും. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും അതെന്താ ഞാൻ ഏത് സമയം ഉള്ളിയും മുളകും റെസിപ്പി ആഡ് ചെയ്തുകൊണ്ടിരിക്കുക. എൻ്റെ വീട്ടിലെ മിക്ക കറികൾക്കും യൂസ് ചെയ്യുന്ന സാധനമാണ് കേട്ടോ ഉള്ളിയും മുളകും. മിക്ക ഉപ്പേരികൾക്കും, അതായത് മെഴുക്ക് വരട്ടികൾക്കും യൂസ് ചെയ്യുന്നതാണ് ഈ ഉള്ളിയും മുളകും. അപ്പോൾ ഞാനത് 1 സ്പൂൺ ഉള്ളിയും മുളകും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ കറിക്ക് കുറച്ചുകൂടെ തിക്നെസ് കൂടും. അതിന് വേണ്ടിയിട്ടാണ് ഒരു 1.5 ടീസ്പൂണോളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഉള്ളിയും മുളകും. ഇനി നമുക്ക് ആഡ് ചെയ്യാനുള്ളത് കുറച്ച് ഉപ്പ്. ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി കേട്ടോ. മിക്സ് ചെയ്യാം. വെള്ളം പോരെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തോളൂ. ഇത് ഇത്തിരി വെള്ളമായിട്ടുള്ള ഇരിക്കുന്ന കറിയാണ്. അപ്പോൾ ഞാനിതിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പോവുകയാണ്.
ഞാൻ ഇതിലോട്ട് ഒരു 1/4 ഗ്ലാസ് കൂടെ വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഇനി ഒന്ന് തിളയ്ക്കട്ടെ. തിളച്ച് കഴിഞ്ഞിട്ട് ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ആഡ് ചെയ്യാനുള്ളത് കുറച്ച് കറിവേപ്പില, അതിൻ്റെ കൂടെ കുറച്ച് വെളിച്ചെണ്ണ മേലെ ഓഫ് ചെയ്ത ശേഷം ഒഴിച്ച് കൊടുക്കണം. ഇത്രയേ ഉള്ളൂ. നമ്മുടെ കറി റെഡിയായി. ഞാനൊന്ന് തീ ഒന്നുകൂടെ ഒന്ന് തിളയ്ക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ട് വയ്ക്കുകയാണ്. ഒന്ന് തിളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയായി. ഓഫ് ചെയ്യുക. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. അപ്പോൾ കറി തിളയ്ക്കാൻ തുടങ്ങുന്നേ ഉള്ളൂ. ചെയ്യേണ്ടത്, നമ്മുടെ കയ്യിൽ എല്ലാവരുടെ കയ്യിലും പൊട്ടറ്റോ മാഷർ ഉണ്ടാവുമല്ലോ. പൊട്ടറ്റോ മാഷർ കൊണ്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. എല്ലാം വേണ്ട, എല്ലാ കഷ്ണങ്ങളും വേണ്ട. ഒരു 1/4 ഭാഗം ഒന്ന് ഉരുളക്കിഴങ്ങും വഴുതനങ്ങയും സവാളയൊക്കെ ഒന്ന് മാഷ് ചെയ്ത് കൊടുത്തോളൂ. എല്ലാ കഷ്ണങ്ങളും മാഷ് ചെയ്യണ്ട, കുറച്ചൊക്കെ ഇരുന്നോട്ടെ. പക്ഷേ ചെറുതായിട്ടൊന്ന് നമുക്ക് മാഷ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആ കറിക്ക് കുറച്ചുകൂടെ തിക്നെസ്സും കൂടും. ആ ഒരു ടേസ്റ്റ് അതിലോട്ട് നന്നായി ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതെ, കാണുന്നുണ്ടല്ലോ, കറി തിളയ്ക്കാനും തുടങ്ങിയിട്ടുണ്ട്. ഇത്രേ ചെയ്യുന്നുള്ളൂ. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തത് മാത്രമേ ഉള്ളൂ. ഇത്രയേ ഉള്ളൂ. നമ്മുടെ കറി ആക്ച്വലി ഒന്ന് നന്നായി ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ ഓഫ് ചെയ്യുക. കഷ്ണങ്ങളായിട്ട് കിടക്കുന്നുണ്ട്, എന്നാൽ കുറച്ചൊക്കെ ഉടഞ്ഞിട്ടുണ്ട്, കണ്ടില്ലേ? അപ്പോൾ കറി നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി ഞാൻ തീ ഓഫ് ചെയ്യാണ്. തീ ഓഫ് ചെയ്തു. ഇനി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് കുറച്ച് വെളിച്ചെണ്ണ മേലെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു 1.5 സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. കണ്ടോ, ഞാൻ ഇത്രയേ ഉള്ളൂ. നമ്മുടെ കറിവേപ്പില ഉണ്ടെങ്കിൽ കറിവേപ്പില ആഡ് ചെയ്ത് കൊടുക്കുക. കറിവേപ്പില മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. പക്ഷേ ആ ഫ്ലേവർ വരുന്നത് വെളിച്ചെണ്ണയിലാണ്. ഞാൻ തീ ഓഫ് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ഒരു 5-6 കറിവേപ്പിലയും ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ആഡ് ചെയ്യണം. എൻ്റെ ഇച്ചിരി പാടിപ്പോയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കൊന്ന് അടച്ച് വയ്ക്കാം. ഇപ്പം നല്ല മണം വരുന്നുണ്ട് കേട്ടോ. ശരിക്കും ഈ കറിയുടെ മണം. വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ട് ഇത്രയേ ഉള്ളൂ. നമ്മുടെ തുളിച്ച മുളകുശ്യം റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, അത്ര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കറിയാണ്. അപ്പം ഞാൻ ഇത് സെർവ് ചെയ്യാൻ പോകണം. അപ്പം എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടച്ചു വയ്ക്കണം, മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.